കാര്യം എന്തൊക്കെ എവിഡൻസ് ഉണ്ടായിരുന്നാലും തുടക്കം മുതലേ SP-ക്ക് ഈ ആത്മഹത്യ പരിപാടി അത്ര രുചിച്ചിട്ടില്ല. ഇപ്പോൾ ആ സംശയത്തിന് ആക്കം കൂടി. ആ ഡോക്ടർ എന്തൊരു ചതിയാ ചെയ്തത്. ഇനി അത് പറഞ്ഞിട്ട് എന്ത് കാര്യം? അല്ല, നിങ്ങൾ ആ ഡോക്ടർ വേണ്ട പോലെ കണ്ടില്ലേ? പിന്നെ അയാൾ ജോണിക്കുട്ടിയുടെ ക്ലോസ് ഫ്രണ്ടാ. എന്നാ കാശിന്റെ കാര്യത്തിൽ ഞങ്ങൾ ആ ഫ്രണ്ട്ഷിപ്പ് കാണിച്ചിട്ടുമില്ല. എന്നിട്ട് ആ നായിന്റെ മോൻ ഇങ്ങനെ ചെയ്തല്ലോ. അല്ല, ഈ SP ആളെങ്ങനെയാ? വീഴുവോ? വീഴും. നിങ്ങൾക്ക് എന്താ വല്ല ഭ്രാന്തുണ്ടോ? കേസിന്റെ കാര്യത്തിൽ ഇനി IG അല്ല മന്ത്രി ഇടപെട്ടാലും ശരി, പോയി പണി നോക്കാൻ പറയുന്ന ആളാണ് SP പ്രഭാകര വർമ്മ. തൊപ്പി പോയാലും പുല്ലാണെന്ന് കരുതുന്ന ആളായത്. മിസ്റ്റർ നാരായണൻ, ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. വർമ്മ ഇവിടെ ഉഴുതുമറിക്കും. തലനാരിഴ കീറി അയാൾ തെളിവെടുക്കും. തൂങ്ങുമെന്നുള്ള കാര്യം ഇപ്പോഴേ എഴുതി വെച്ചു. പിന്നെ പൂജപ്പര ജയിലിലെ കൊതുകടി കൊള്ളാനുള്ള യോഗം ജാതകത്തിലുണ്ടെങ്കിൽ അത് അനുഭവിച്ചല്ലേ പറ്റൂ. അല്ല, താനിതൊക്കെ പറഞ്ഞ് എന്നെ ഭയപ്പെടുത്തുന്നത് എന്തിനാ? ഞാൻ ആരെയും പേടിപ്പിക്കുന്നില്ല, ഉള്ള കാര്യം പറഞ്ഞെന്നേ ഉള്ളൂ. നരകം, ഇതിനെന്താ ഒരു പോം വഴി? അതും താൻ തന്നെ ഒന്ന് പറ. വർമ്മ ഈ കേസിൽ ഇടപെടരുത്. എത്രയും വേഗം അയാളെ ഈ കേസിൽ നിന്ന് ഒഴിവാക്കണം. അതിപ്പോ എങ്ങനെയാ? നേരെ വിട്ടോ തലസ്ഥാനത്തേക്ക്. നിങ്ങൾക്ക് അവിടെ ആവശ്യം പോലെ സേവകരൊക്കെ ഉള്ളതല്ലേ. പിന്നെ ഒരു കാര്യം, മണിപ്പേഴ്സിലോ ഹാൻഡ് ബാഗിലോ ഒന്നും കാശ് കൊണ്ടുപോയിട്ട് ഒരു കാര്യവുമില്ല. ചാക്ക് തന്നെ കരുതിക്കൊള്ളാൻ പറയാം ഔസേപ്പച്ചനോട്. അതിപ്പോ ഞാനിങ്ങനെ പറയും, താൻ കൂടി ഒന്ന് വാ. ഞാനില്ല. നിങ്ങളോടുള്ള താല്പര്യം കൊണ്ട് ഞാൻ ഇത്രയും പറഞ്ഞതേ ഉള്ളൂ. ഞാൻ പോവാ. പിന്നൊരു കാര്യം, ഈ വലിയവരെയൊക്കെ കാണുന്ന കൂട്ടത്തിലെ നമ്മുടെ അലക്സ് അല്ലേ എന്ന് വിചാരിച്ച് ഈ ഉള്ളവനെ അങ്ങ് തഴിഞ്ഞേക്കരുത്. ഞാൻ പാറായുടെ കുടുംബത്തിൽപ്പെട്ട ആളൊന്നുമല്ല. കോൺവെന്റിലും കോളേജിലും ഒക്കെ പഠിക്കുന്ന 3-4 പിള്ളേരുടെ തന്തയാ ഞാൻ. ഈ IG മന്ത്രിയും ഒക്കെ തിരുവനന്തപുരത്തുണ്ടോന്ന് ആർക്കറിയാം? ഫോണല്ലേ ഇരിക്കുന്നത്, വിളിച്ചു ചോദിക്ക്. ഞാൻ ഇറങ്ങുന്നു. മോളെ ആനി, മോളെ ആനി, മോളെ ഒന്ന് വായിക്ക. ഓമന കൊലക്കേസ് ഒരു പുതിയ വഴിത്തിരിവിലേക്ക്. ഓമനയുടെ കൊലപാതകം ദുരൂഹമായ സാഹചര്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നതിനാൽ അന്വേഷണ ചുമതല വഹിച്ചിരുന്ന DYSP പ്രഭാകര വർമ്മയെ തൽസ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യുകയും പകരം പുതിയ DYSP ദേവദാസിനെ നിയമിക്കുകയും ചെയ്തു. കർത്താവേ, ഇത് വലിയ ചതിയായിപ്പോയല്ലോ. ഇനിയിപ്പോ എന്ത് ചെയ്യും മോളെ? നമുക്ക് ആ ചാക്കോച്ചിനെ പോയിന്ന് കണ്ടിട്ട് വരാം. അത് നേരാ. എനിക്ക് ഇന്നലെ ഓർഡർ കിട്ടി. ട്രാഫിക്കിലേക്കാ മാറ്റം, വർമ്മ സാറിന് റൂറലിലേക്കും. ഇതെന്താ ഒരു കാരണവും കൂടാതെ പെട്ടെന്ന് ഇങ്ങനെ മാറ്റിയത്? കാരണം നമുക്കല്ലേ ഇല്ലാത്തത്. പുതിയ ആളാരാ? DYSP ദേവദാസ് സാറാണെന്നാ കേട്ടത്. അയാൾ ആളെങ്ങനെയാ? അവർക്ക് കൊള്ളാം. ആർക്ക്? ആർക്കാണോ ഈ കേസിന്റെ സത്യം പുറത്തു വന്നാൽ ദോഷം അവർക്ക്. ഇങ്ങനെയൊക്കെ നടന്നാൽ ചോദിക്കാനും പറയാനും ആരും ഇല്ല ഇവിടെ. ചോദിക്കാനും പറയാനും ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ തന്നെയാണ് ഈ ഉത്തരവിൽ ഒപ്പിട്ടിരിക്കുന്നത്. പിന്നെന്ത് ചെയ്യാൻ പറ്റും? ഇനി എന്താ മോനെ ഒരു മാർഗം? ഇനി ഒരു മാർഗമേ ഉള്ളൂ. ഈ കേസിനെതിരായി ആവുന്നത്ര പൊതുജനാഭിപ്രായം സംഘടിപ്പിക്കണം. പത്രങ്ങളിൽ കൂടിയും മറ്റു മാർഗങ്ങളിൽ കൂടിയും ഈ കേസ് ജനങ്ങളുടെ ഇടയിൽ ഒരു സംസാര വിഷയമാക്കണം. ഇതൊക്കെ അത്ര പെട്ടെന്ന് നടക്കുന്ന കാര്യമാണോ മോനെ? പെട്ടെന്ന് വേണ്ട, സാവകാശം മതി. പുതിയ ഉദ്യോഗസ്ഥൻ വന്ന് അന്വേഷണം ആരംഭിക്കട്ടെ. അപ്പച്ചാ, പോലീസ് വരുന്നു. ജോൺ തോമസ്? ഞാനാണ് സാർ. ആനിയോ? ഞാനാ. തോമസിന് മകൾ ഓമനയുടെ മരണം ആത്മഹത്യയല്ലെന്ന് തോന്നാൻ കാരണം? എന്റെ മോൾ ആത്മഹത്യ ചെയ്യൂല സാർ. അപ്പോ ഓമനെ ആരെങ്കിലും കൊന്നതാണോ? അതെ. തോമസിന് ആരെയാ സംശയം? സണ്ണിയാണോ? അതോ ഔസേപ്പച്ചനെ? അതോ രണ്ടുപേരെയുമോ? എനിക്കറിയില്ല സാർ. സ്ത്രീധനത്തിന്റെ പേരിൽ വല്ല പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? കൊടുക്കാവുന്നതായിട്ട് സ്ത്രീധനം കൊടുക്കാതിരിക്കുകയോ അതിന്റെ പേരിൽ സണ്ണി വഴക്കുണ്ടാക്കുകയോ ഓമനെ ഉപദ്രവിക്കുകയോ
അങ്ങനെ വല്ലതും ഉണ്ടായിട്ടുണ്ടോ എന്നാണ് എന്റെ ചോദ്യം. ഇല്ല സാർ. ഔസേപ്പച്ചന് തോമാച്ചനോട് വല്ല വൈരാഗ്യമുണ്ടോ? ഉണ്ട്. വരൂ. എന്താ കാരണം? ഔസേപ്പച്ചന് ഒരു അത്യാവശ്യം വന്നപ്പോൾ ഞാൻ സഹായിച്ചു. എനിക്ക് അത്യാവശ്യം വന്നപ്പോൾ ഞാനത് തിരിച്ചു ചോദിച്ചു. ഔസേപ്പച്ചൻ അത് ഇഷ്ടപ്പെട്ടില്ല. ഇഷ്ടപ്പെട്ടില്ല എന്നതിന്റെ അർത്ഥം വൈരാഗ്യമൊന്നല്ലല്ലോ. പക്ഷെ അവിടെ മുതലാണ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന് അകൽച്ച തുടങ്ങിയത്. പിന്നീട് എന്റെ മോളെ കാണാൻ പോലും അയാൾ അനുവദിച്ചില്ല. അവളുടെ ഒരു എഴുത്ത് പോലും ഞങ്ങൾക്ക് വന്നിട്ടില്ല. ഇതെപ്പോഴാ സംഭവിച്ചത്? ഒരു 6-7 മാസമായി. 6-7 മാസമായി അല്ലേ? ഔസേപ്പച്ചനും തോമാച്ചനോട് വൈരാഗ്യം ഉണ്ടായിരുന്നെങ്കിൽ ഓമനയെ തിരിച്ചയക്കാമായിരുന്നു. അല്ലെങ്കിൽ തോമാച്ചനോട് നേരിട്ട് വൈരാഗ്യം തീർക്കാമായിരുന്നു. അല്ലാതെ ഓമനയെ കൊന്നുകൊണ്ട് ആർക്ക് എന്ത് പ്രയോജനം? ഈ മരണം ഒരു ആത്മഹത്യയാക്കി തീർക്കാൻ സാറിന് എന്താ എത്ര നിർബന്ധം? തോമാച്ചനോട് ചോദിക്കുമ്പോൾ തോമാച്ച ഉത്തരം പറയുക, നിന്നോട് ചോദിക്കുമ്പോൾ നീ ഉത്തരം പറയുക. മനസ്സിലായില്ലേ? മുമ്പൊരിക്കലും ഓമൻ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചതല്ലേ? അതോ അതും ആരെങ്കിലും വിഷം കൊടുത്ത് കൊല്ലാൻ ശ്രമിച്ചതാണോ? ഓമനയ്ക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല അല്ലേ? ഇല്ല. അതിനവൾക്ക് വിഷമം ഉണ്ടായിരുന്നോ? വിഷമം ഉണ്ടാകാതിരിക്കും സാർ. ആ കാരണം കൊണ്ട് ഓമന വല്ല അബദ്ധവും എനിക്കറിഞ്ഞുകൂടാ. പക്ഷെ ഡിവൈഎസ്പി വർമ്മയല്ല ഇപ്പൊ ഈ കേസ് അന്വേഷിക്കുന്നത് ഞാനാ. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല. പാടോ. മരിച്ചവരോ മരിച്ചു. ഇല്ലാത്തൊരു കൊലപാതകത്തിന്റെ പേരും പറഞ്ഞ് ജീവിച്ചിരിക്കുന്നവരുടെ സ്വയം കൂടി കിടത്തണോ തോമാച്ച? അയ്യോ അയ്യോ എടാ കള്ളമൊഴി കൊടുക്കല്ലേടാ? അയ്യോ സാറേ ഞാൻ സത്യം സാറേ പറഞ്ഞേ. അയ്യോ അടിക്കല്ലേ സാറേ, സാറേ അടിക്കല്ലേ സാറേ. അയ്യോ അയ്യോ ഇനി അടിക്കല്ലേ സാറേ. അയ്യോ 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 സാറേ അയ്യോ 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 തന്റെ അയൽവാസിയായ ഔസേപ്പച്ചന്റെ മരുമകൾ ഓമന മരിച്ച രാത്രി ആ വീട്ടിൽ നിന്ന് എന്തെങ്കിലും വീഴുന്ന ശബ്ദം ഞാൻ കേട്ടോടൂ? കേട്ടു. കേട്ടില്ല. എന്തുകൊണ്ട് കേട്ടില്ല? ഞങ്ങൾ അവിടെ ഇല്ലായിരുന്നേ. എവിടെ പോയിരിക്കുമായിരുന്നു? ഞാനും ഭാര്യയും കൂടെ ഗുരുവായൂർ തൊഴാൻ പോയിരിക്കായിരുന്നേ. ആ, ശ്രീധരന് സണ്ണിയെ കുറിച്ച് അഭിപ്രായം എന്താ? നല്ലവനാ. കുടിക്കുമ്പോഴോ? കുടിക്കുമ്പോ ഞാൻ ഇതുവരെ കുടിച്ച് കണ്ടിട്ടേ ഇല്ലേ. ഔസേപ്പച്ചനോ? ഔസേപ്പച്ചൻ കള്ളനാ സാറേ, ചീത്തയാ. അലക്സേ, ഇയാളെ ഒന്നുകൂടെ അപ്പുറത്തോട്ട് വിളിച്ചോണ്ട് പോയാട്ടെ. അയ്യോ വേണ്ട സാറേ, ഞാൻ സത്യം പറയാം. അലക്സ് നല്ലവനാ. അല്ല, ഔസേപ്പച്ചൻ നല്ലവനാ, പരോപകാരിയാ, ധർമ്മിഷ്ഠനാ, ഈ ലോകർക്കെല്ലാം വേണ്ടവനാ. താനെന്താ ഈ വിവരം അന്ന് വർമ്മ സാറിനോട് പറയാതിരുന്നത്? അത് ഞാൻ പിന്നെ പറയത്തില്ല. താൻ ഔസേപ്പച്ചന്റെ കുടികിടപ്പുകാരനല്ലേ? അത് ഒഴിയാൻ പറഞ്ഞുകൊണ്ടല്ലേടോ താനെന്ന് കള്ളമൊഴി കൊടുത്തത് അല്ലേ? അലക്സേ, ആള് പെശക. ഇപ്പോഴേ എല്ലാം എഴുതി ഒപ്പിട്ട് വാങ്ങിച്ചോ. ഇതോടെ വേണ്ട, ഞാൻ ഡ്യൂട്ടിയില്ല. റമി മാർട്ടിനാ സാറേ. വർഷം ഒരുപാടായി ഔസേപ്പച്ച ഞാൻ ഈ യൂണിഫോം ഇടാൻ തുടങ്ങിയിട്ട്. എന്റെ കൈ കൊണ്ട് തൊട്ട ഒരു കേസും എന്റെ തീരുമാനത്തിനപ്പുറം പോയിട്ടില്ല. നാരായണൻ പറഞ്ഞു. പിന്നെ നന്ദികേട് കാണിച്ച് ശീലമില്ലാത്തതുകൊണ്ട് DSP ദേവദാസ് എന്ന് പറഞ്ഞ സത്യവാന്റെ അവതാരമാണെന്നാ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് അഭിപ്രായം. ഓമനക്കൊലക്കേസിലെ രാഷ്ട്രീയ ഇടപെടൽ അവസാനിപ്പിക്കുക. സണ്ണിയെ അറസ്റ്റ് ചെയ്യുക. പോലീസ് നീതി പാലിക്കുക. ഔസേപ്പച്ചന്റെ ഗുണ്ടായുസ് അവസാനിപ്പിക്കുക. ഓമനയുടെ കൊലയാളിയെ അറസ്റ്റ് ചെയ്യുക. ഔസേപ്പച്ച കൊലയാളി പിന്നെ കണ്ടോളാം. കൈക്കൂലി വീര ദേവദാസേ, നിന്നെ ഞങ്ങൾ കണ്ടോളാം. ഓമനക്കൊലക്കേസിലെ രാഷ്ട്രീയ ഇടപെടൽ അവസാനിപ്പിക്കുക. സണ്ണിയെ അറസ്റ്റ് ചെയ്യുക. അവരവിടെ നിന്നാ മതി. ഓമനയുടെ
നീതി പാലിക്കുക. പോലീസ് നീതി പാലിക്കുക. ഓമനയുടെ കാമുകനെ അറസ്റ്റ് ചെയ്യുക. പക്ഷേ ആ നേതാവിനെ വിളിച്ചോണ്ട് വന്നേ. പോലീസ് നീതി നിർത്താനല്ലേ പറഞ്ഞത്? നിങ്ങൾ മൂന്നര ഇങ്ങോട്ട് വരും. അങ്ങോട്ട് നീങ്ങി മാറും. എന്താ നിങ്ങളുടെ പ്രശ്നം? പ്രശ്നം സാറിന് അറിഞ്ഞുകൂടി? എടോ കളവാ, ഇവിടെ കിടന്ന് ബളം വെച്ചിട്ട് പ്രയോജനമൊന്നുമില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മര്യാദക്കാണെങ്കിൽ ചെയ്യേണ്ടത് ഞാൻ ചെയ്യും, അല്ലെങ്കിൽ നിന്നെയൊക്കെ പ്രതികളാക്കി ഞാൻ അകത്ത് തള്ളും. സാറിനെതിരെ ഞങ്ങൾ സമരം ചെയ്യും. മിണ്ടരുത്. ദേവദാസ് നീതി പാലിക്കുക. ദേവദാസ് നീതി പാലിക്കുക. എടോ, മീശ വെഴുത പാരമ്പര്യം എനിക്കുണ്ട്. ദേവദാസ് നീതി പാലിക്കുക. ദേവദാസ് നീതി പാലിക്കുക. ദേവദാസ് നീതി പാലിക്കുക. ദേവദാസ് നീതി പാലിക്കുക. നമുക്ക് തുടങ്ങാം. ന്യായമായ മാർക്കറ്റ് കൂടാനുള്ളത്. ആ തോമാച്ചൻ വരുന്നല്ലോ. അല്ല, നിങ്ങൾ വന്നിട്ട് കുറെ നേരം ആയാ? ഇപ്പൊ വന്നേ ഉള്ളൂ. മന്ത്രി അകത്തുണ്ട്. ആരാ? തോമസ്. ഞാനാണ്. അകത്ത് വിളിക്കുന്നു. വാ മകൻ. നിങ്ങളുടെ ചാർജ് ഷീറ്റ് ഞാൻ വായിക്കുന്നത്. ഇരിക്കൂ. വേണ്ട, ഞങ്ങൾ നിന്നോളാം. 29/6/87 ചൊവ്വാഴ്ച ദിവസം വൈകിട്ട് 8 മണിക്ക് കീഴുമാട് കഞ്ഞിക്കുഴി റോഡിലുള്ള പരാതിക്കാരൻ ജോണിക്കുട്ടിയുടെ അളിയൻ കിളിവാതുക്കൽ സണ്ണിയുടെ ഭാര്യ ഓമന എന്ന സ്ത്രീ ജീവിതത്തിൽ നിരാശ തോന്നി മേപ്പടി പരാതിക്കാരന്റെ അമ്മായിയപ്പനായ കിളിവാതുക്കൽ ഔസേപ്പച്ചന്റെ വസതിയായ ഇരുനില കെട്ടിടത്തിന്റെ ടെറസിൽ നിന്നും താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്യാനുണ്ടായത്. അയ്യോ! അകാലത്തിൽ മരണമടഞ്ഞ മകളുടെ അച്ഛന്റെ വികാരം എന്താണെന്ന് മനസ്സിലാക്കാൻ എനിക്ക് സാധിക്കും. പക്ഷേ അങ്ങയുടെ മകളുടെ മരണം ആത്മഹത്യയാണെന്ന് പോലീസിന്റെ അന്വേഷണത്തിൽ വ്യക്തമായ സ്ഥിതിക്ക് എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും സാർ? സാർ, എനിക്കും ചില കാര്യങ്ങൾ പറയാനുണ്ട്. പറയൂ. പോലീസിന്റെ അന്വേഷണ രീതിയിൽ ഞങ്ങൾ പൊതുവെ തൃപ്തരല്ല. എന്തുകൊണ്ട്? ഈ കേസ് ആദ്യം അന്വേഷിച്ചു തുടങ്ങിയത് വർമ്മ സാറാണ്. പെട്ടെന്ന് ഒരു കാരണം കൂടാതെ വർമ്മ സാറിനെ മാറ്റി. നോ, യു ആർ റോങ്. നിങ്ങൾ പറയുന്നത് ശരിയല്ല. വർമ്മ മറ്റൊരു കേസ് അന്വേഷിക്കുന്നതിനിടയിലാണ് ഈ കേസിന്റെ അന്വേഷണത്തിന് വന്നത്. ആ കേസ് തുടർന്ന് അന്വേഷിക്കേണ്ടി വന്നപ്പോൾ വർമ്മയെ തിരിച്ചു വിളിച്ചു, പകരം മറ്റൊരാളെ നിയോഗിച്ചു. സാർ ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ കയറി നീതി ലഭിക്കും. ഒരു അച്ഛനോ കൂടപ്പുറപ്പിനോ ഇല്ലാത്ത വേദന അങ്ങേക്ക് എന്തിനാ? ഒന്ന് പുറത്തു പോയി നിന്നേ. പിന്നെ നാട്ടിൽ നടക്കുന്ന ഓരോ കേസും ജനങ്ങൾക്ക് താല്പര്യമുള്ള ആളുകളെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് പറഞ്ഞാൽ അത് സ്വല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. തന്നെയുമല്ല, ഇതൊരു തീരുമാനത്തിലെത്തിയ കേസല്ലേ. ഈ സംഭവത്തെ കുറിച്ച് അന്വേഷിക്കണമെന്ന് പറഞ്ഞ ഔസേപ്പച്ചന്റെ വീട്ടിൽ ജാഥയായിട്ട് പോയ ഞങ്ങളെ പോലീസ് തല്ലി സാർ. തല്ലാനാണല്ലോ പോലീസ്. അവർക്ക് നിയമം നടത്തണ്ടേ? സംബന്ധ വീട്ടിൽ ചെല്ലുന്നത് ജാതിയായിട്ടാണോ തോമാച്ച? എന്തെങ്കിലും പറയാനുണ്ടായിരുന്നെങ്കിൽ തനിയെ നേരിട്ട് ചെന്നങ്ങ് പറഞ്ഞാൽ പോരായിരുന്നോ? അവകാശത്തിന് വേണ്ടി ഞങ്ങൾക്ക് സമരം ചെയ്യാൻ പാടില്ലേ സാർ? തല്ലുകൊള്ളുന്ന അവകാശങ്ങളൊന്നും നമുക്ക് വേണ്ട തോമാച്ച. തോമാച്ചൊരു കാര്യം ചെയ്യും, അന്വേഷണ ഉദ്യോഗസ്ഥന്റെ കാര്യം മറക്കുക. അന്വേഷണ നടപടിക്രമങ്ങളിൽ എന്തെങ്കിലും അപാകത സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യം വ്യക്തമായി എഴുതി തന്നാൽ ഞാൻ വേണ്ട നടപടി എടുക്കാം. സാർ, എനിക്ക് അല്പം ധൃതിയുണ്ട്. ഓട്ടോ തോമാച്ച. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പ്രകാരമുള്ള എല്ലാ ഡീറ്റെയിൽസും കാണിച്ച് ഓരോ ഹർജി ഹോം മിനിസ്റ്റർക്കും സുപ്രീം കോർട്ടിനും അഡീഷണൽ സെക്രട്ടറിക്കും അയക്കുക. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഇന്ന് കോടതി ഇല്ലാത്ത ദിവസമായതിനാൽ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഇങ്ങോട്ട് വന്നാൽ മതി. ശരി ശരി. ദി ചീഫ് ജസ്റ്റിസ്, സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ, തിലക് മാർഗ്, ന്യൂഡൽഹി. അടുത്തത് ആർക്കാ? അടുത്തത്
അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ഗ്രീവിയൻസസ് അത് ബ്രാക്കറ്റിൽ എഴുതണം. പ്രൈം മിനിസ്റ്റേഴ്സ് സെക്രട്ടേറിയറ്റ് സൗത്ത് ബ്ലോക്ക് ന്യൂഡൽഹി. ടു ദ യൂണിയൻ മിനിസ്റ്റർ ഓഫ് ഹോം അഫയേഴ്സ് സൗത്ത് ബ്ലോക്ക് ന്യൂഡൽഹി. ഒന്നിച്ച് പിൻ ചെയ്തേ.